കാണിച്ചു തരാം. നിന്നെയൊക്കെ കുറെ കണ്ടതാണ് ചങ്ങാതി. വേണമെങ്കിൽ നേരിട്ട് മലപ്പുറത്ത് വന്ന് കാണാം, വലിയ വിഷമമൊന്നുമില്ല. ഞാൻ ചോദിക്കുന്നത്, ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഇന്ന് കേരളത്തിൽ അഭിമാനപൂർവ്വം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഭാരതീയ ജനതാ പാർട്ടി NDA സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ, ഈ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാനും എന്റെ സഹപ്രവർത്തകരും ഇവിടെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള വിഷയമുണ്ടല്ലോ, അതിന്ന് കേരളത്തിലെ 140 നിയോജക മണ്ഡലത്തിലും ചർച്ചയാണ് എന്ന് അഭിമാനപൂർവ്വം പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. ഇടതുപക്ഷവും വലതുപക്ഷവും ഇന്ന് ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതെ, ഞങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതെ ഉഴലുകയാണ്. അപ്പോഴാണ് ഗോപാലകൃഷ്ണനെതിരെ കേസ്. ഗോപാലകൃഷ്ണൻ മിണ്ടാതിരിക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ കേസ് കൊടുക്കും. ഏതൊരു ഊശാൻ സ്ഥിരം കേസ് കൊടുക്കുന്ന ഏതൊരു ചങ്ങായില്ല, പ്രഭുല ഗോകുല എന്താ പേര്, നിന്റെ ഒക്കെ എന്താണ് ഏത് പിച്ചക്കാരനും അറിയില്ല. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, കേസൊന്നും കൊടുത്ത് പേടിപ്പിക്കാൻ വക്കീലായ ഗോപാലകൃഷ്ണനെ പേടിപ്പിക്കാൻ നിന്റെയൊക്കെ തറവാട്ടിൽ പോയി നീ ആരെങ്കിലും ഒക്കെ പീഡിപ്പിച്ചോ, ഞങ്ങളെ ഒന്നും പേടിപ്പിക്കല്ലേ. കേസ് കൊടുത്താൽ ഞാൻ ഒരിക്കൽ കൂടെ വീണ്ടും 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 പറയുന്നു, ഗുരുവായൂരിന്റെ മണ്ണ് വീണ്ടെടുക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയമില്ല. 6 നൂറ്റാണ്ട് 7 നൂറ്റാണ്ടിന്റെ പടയോട്ടത്തിലാണ് അയോധ്യ വീണ്ടെടുത്തതെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDA ഈ ഗുരുവായൂരപ്പന്റെ മണ്ണും വീണ്ടെടുക്കുമെന്നുള്ളത് സംശയമില്ല. ഇത് മാത്രമല്ലല്ലോ ഞങ്ങൾ പറയുന്നത് ഇവിടുത്തെ കുടിവെള്ള പ്രശ്നമുണ്ട്. ഗുരുവായൂർ അമ്പലത്തിലെ ഭക്തന്മാർ കഴിഞ്ഞ ദിവസം അവിടെ പരസ്പരം ചവിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിയിട്ട് പ്രശ്നമുണ്ടായി. ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ വരുന്ന ലോകത്തിലെ വേറെ തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. അവിടേക്ക് പ്രശ്നമുണ്ടോ? ദാഹജലം പോലും കൊടുക്കാൻ കഴിയാതെ എത്രയോ നാൾ ഈ ഗുരുവായൂരിലെ ഭക്തന്മാരെ വലച്ചു. ഇവിടെ വണ്ടിയിടാൻ സൗകര്യമില്ല. ഇതറിഞ്ഞുകൊണ്ട് വണ്ടിയിടാൻ സൗകര്യമില്ല എന്നറിഞ്ഞുകൊണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഈ ഗുരുവായൂരിൽ വന്നപ്പോ BJP കൊടുത്ത നിവേദനത്തിന്റെ ഭാഗമായിട്ടാണ് വണ്ടിയിടാൻ വേണ്ടിയുള്ള വാഹന സൗകര്യം ഇവിടെ കൊണ്ടുവന്നത്. ഇവന്മാരല്ല, മുനിസിപ്പാലിറ്റി അല്ല, ദേവസ്വമല്ല, കിട്ടുന്നതൊക്കെ അടിച്ചു മാറ്റുന്ന ദേവസ്വം. ആ ദേവസ്വം ഗുരുവായൂരിനെ സംരക്ഷിക്കാനല്ല. ഇന്നും ഗുരുവായൂർ അമ്പലത്തിലെ ഭക്തന്മാർ അനുഭവിക്കുന്ന വേദന എന്ത് എന്നറിയണമെങ്കിൽ ഒരു നേരം നാം ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മുമ്പിൽ പോയി നിൽക്കണം. ഭക്തൻ അയ്യപ്പൻ ആ ശബരിമലയെ കൊള്ള ചെയ്തു. ഇപ്പൊ ഈ ഗുരുവായൂർ അമ്പലത്തിലെയും കൊള്ള ചെയ്യാൻ വേണ്ടിയാണ് പലരും നിൽക്കുന്നത്. ഏറ്റവും വലിയ രസകരമായ കാര്യം, അവിടെ നിൽക്കുന്ന കാവൽക്കാർ തന്നെ ഇടക്കിടക്ക് ഫോൺ ചെയ്ത് പറയാ, ഗോപാലകൃഷ്ണ ഇതും കൂടി പറയണം, ഞങ്ങൾക്ക് സഹിക്കുന്നില്ല. കാവൽക്കാരാണ്, ഞങ്ങൾക്ക് സഹിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഗുരുവായൂരപ്പനെ തടവറയിലാക്കിയിട്ടുള്ള ടിപ്പു സുൽത്താന്റെ പിൻതലമുറ തടവറയിലാക്കിയിട്ടുള്ള ഈ ഗുരുവായൂർ ക്ഷേത്രത്തെ മോചിപ്പിക്കേണ്ടത് എന്റെയും നിങ്ങളുടെയും കടമയാണ്. ആ കടമ നിർവഹിക്കേണ്ടത് 9-ാം തീയതി, ഏപ്രിൽ 9-ാം തീയതി ഗുരുവായൂരിലെ ഭക്തന്മാർ തീരുമാനിക്കണം. ഇത് നമുക്ക് അവസാനിപ്പിക്കണം എന്ന് മാത്രമല്ല, ഈ നിയോജക മണ്ഡലം നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം. ആ പ്രശ്നങ്ങൾ എണ്ണി ഞങ്ങൾ മുന്നോട്ട് വെക്കാൻ പോകുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ എല്ലാ പ്രവർത്തകരും, നമ്മുടെ എല്ലാ സഹപ്രവർത്തകരും ഗുരുവായൂരിലേക്ക് വരുന്ന എല്ലാ ഭക്തന്മാരോടും പറയണം, ഇത് ഗുരുവായൂരിന്റെ മോചനത്തിനു വേണ്ടിയുള്ള, ഗുരുവായൂരപ്പന്റെ ഈ മണ്ണ് വീണ്ടെടുക്കുവാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇതൊരു യുദ്ധമാണോ? യുദ്ധം. ആ യുദ്ധം സത്യസന്ധതയുടെ ധൈര്യത്തോടെ ആരെതിർത്താലും ശരി, വീര സവർക്കർ പറഞ്ഞതുപോലെ, നിങ്ങൾ വന്നാൽ നിങ്ങളുടെ കൂടെ, നിങ്ങളില്ലെങ്കിൽ നിങ്ങളില്ലാതെ, നിങ്ങളെ എതിർത്ത് ഞങ്ങൾ മുന്നേറും, അതിൽ സംശയമേ ഇല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബി റെഡി ഫോർ ദ ഫൈറ്റ്, യുദ്ധത്തിന് തയ്യാറെടുക്കുക. ഈ യുദ്ധം കേവലം തെരഞ്ഞെടുപ്പ് മാത്രമല്ല, ഈ യുദ്ധം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മണ്ണിനെ സംരക്ഷിക്കാനുള്ള യുദ്ധമാണ്. ഗെറ്റ് റെഡി ഫോർ ദ ഫൈറ്റ്. നമസ്കാരം.